ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴ് ഇന്നൊരു മിക്സിയുടെ ജാറിലോട്ട് ബീറ്റ്റൂട്ടും കുറച്ച് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കൂടണ്ട. അതായത് ഒരു മീഡിയം സൈസ് ബീറ്റ്റൂട്ടിൻ്റെ പകുതി ഭാഗം എടുത്ത് ഇതുപോലെ 4ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10ഓളം കുഞ്ഞുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള അരിഞ്ഞത് വേണമെങ്കിൽ ചേർക്കാം. സവാള ഒരുപാട് കനം കുറച്ച് അരിയണമെന്നും ഇല്ല, അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് 2ആയിട്ട് കട്ട് ചെയ്ത് അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്. ഈ പച്ചമുളകിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളക് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ ആ ഒരു സ്പൈസ് ലെവൽ അനുസരിച്ച് എണ്ണം കൂട്ടാം. ഇനി അതുപോലെ ഇതിലേക്ക് ഒരു വലിയ തക്കാളി തന്നെ ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പം തക്കാളി ഒരുപാട് വലുതല്ലെങ്കിൽ 2 തക്കാളിയെങ്കിലും എടുക്കണം കേട്ടോ. അപ്പോൾ 2 തക്കാളി എടുക്കാം, അല്ലെങ്കിൽ വലിയ ഒരെണ്ണം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് അടുപ്പത്തേക്കൊന്ന് മാറ്റാം. നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതെല്ലാം എണ്ണയിലൊന്ന് വഴറ്റി എടുത്തിട്ട് നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം എണ്ണയുടെ ഉപയോഗം ഒന്നും കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബീറ്റ്റൂട്ടും ഇതൊക്കെ നല്ല പോലെ ഈ വെള്ളത്തിൽ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതിന് നമുക്കിതുപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് നല്ല പോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ദാണ്ട ബീറ്റ്റൂട്ടും തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് അവിടെ നിന്നൊന്ന് തണുക്കട്ടെ. അപ്പോൾ എല്ലാം ഒന്ന് ഏകദേശം ഒന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ബീറ്റ്റൂട്ടും തക്കാളിയും എല്ലാം അതൊന്ന് സെപ്പറേറ്റ് മാറ്റി ആ വെള്ളവും അതിനകത്തുനിന്ന് കിട്ടിയ വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം കളയരുത്. ഇതിൻ്റെ കൂടെ ഇപ്പം അടിക്കണ്ട, വെള്ളം മാറ്റി വെച്ചിരുന്നാൽ മതി. പിന്നീട് നമുക്ക് ആവശ്യമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ ഒരു മിക്സിയുടെ ജാറിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നല്ല പോലെ നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒരുപാട് ചൂടുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ടാവും, പക്ഷെ വലിയ ചൂടൊന്നും ഇല്ല. നമുക്ക് അരച്ചെടുക്കാവുന്ന ചൂടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് അങ്ങ് ചൂടിൽ അരച്ചെടുക്കാൻ നിൽക്കേണ്ട കേട്ടോ. കുറച്ചൊന്ന് ചൂട് മാറിയിട്ട് അരച്ചെടുത്താൽ മതി. അതിന് മുന്നേ ഒരു ചെറിയ പീസ് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് ദാണ്ട ഇതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ തന്നെ ചേർക്കണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ചേർത്താലും മതി. അപ്പം ഈ നല്ലെണ്ണ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ജീരകം ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്നങ്ങ് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇനി ഒരു വറ്റൽ മുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയ്ക്കൊന്നും അങ്ങനെ കണക്കൊന്നുമില്ല, ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ബീറ്റ്റൂട്ടിൻ്റെയും തക്കാളീൻ്റെയൊക്കെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ബീറ്റ്റൂട്ട് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ ബീറ്റ്റൂട്ടൊക്കെ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളമൊക്കെ ചേർക്കാം കേട്ടോ. എത്രത്തോളം ലൂസ് വേണോ അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി നമ്മൾ ഇതുവരെയും ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഉപ്പും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ഐറ്റം റെഡിയാവും. ഇതാണ് നല്ല
അടിപൊളി ഒരു ബീറ്റ്റൂട്ട് ചട്നിയാണ് കേട്ടോ. ഈ ബീറ്റ്റൂട്ടൊക്കെ ഇഷ്ടമല്ലാത്തവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ. കാര്യം ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലോ ആ ഒരു ചവർപ്പോ ഒന്നും എടുത്ത് നിൽക്കൊന്നുമില്ല. നല്ലൊരു കളറാണ്, കാണാൻ ആകർഷിക്കുന്ന ഒരു കളറാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് തക്കാളിയും പുളിയൊക്കെ അധികം ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെയും ഇതിലേക്കും ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ഇതൊന്നും അറിയില്ല. നിങ്ങൾ ഒരു വട്ടം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഇപ്പം നമ്മുടെ അടിപൊളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത് ദോശേൻ്റെ കൂടെയോ ഇഡ്ഡലീൻ്റെ കൂടെ ഒക്കെ ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാണ്ടേ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ എന്ത് രസമാണെന്ന് നോക്കിക്കേ. കുട്ടികൾക്കൊക്കെ ആകർഷിക്കപ്പെടുന്ന കളറാണ്. നമുക്കായാലും കാണുമ്പോഴേ നല്ല രസമുള്ള കളറല്ലേ. അപ്പോൾ ദാണ്ടേ ഇതിങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ദോശേൻ്റെ കൂടെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇത് റവയും ഗോതമ്പും വെച്ച് ഉണ്ടാക്കിയ ദോശയാണ്. അപ്പോൾ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കുറച്ചങ്ങോട്ട് പിച്ചി ആ ചട്നിയിലോട്ട് മുക്കി അങ്ങോട്ട് കഴിക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ചട്നികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.